എൻ്റെ പേര് ആനി ജോസ്. ഞങ്ങളുടെ വീട്ടുപേര് ഉപ്പുമാക്കൽ. ഞങ്ങൾ പാലാ രൂപതയിൽ മാനത്തൂർ ഇടവകാംഗമാണ്. എനിക്ക് ഭർത്താവും 3 മക്കളുമാണ്. 2 ആൺമക്കളും 1 മോളുമുണ്ട്. എനിക്ക് എല്ലാ കുടുംബങ്ങളിലെയും പോലെ സാധാരണ ഒരു കുടുംബ ജീവിതമായിരുന്നു എൻ്റെ ബാല്യകാലത്ത് ഉണ്ടായിരുന്നുള്ളൂ. അതീവ ഭക്തിയോ കൂടുതൽ വലിയ ജപമാല ഭക്തിയൊന്നും അന്നുണ്ടായിരുന്നില്ല. എങ്കിലും നല്ല ദൈവവിശ്വാസമുള്ള ഒരു കുടുംബത്തിൽ ജനിക്കാൻ ദൈവം എനിക്ക് ഇടതന്നതിന് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. നല്ല പ്രാർത്ഥനയും വിശുദ്ധ കുർബാനയോടുള്ള തീഷ്ണതയും ഒക്കെ ഉള്ള കുടുംബമായിരുന്നു എൻ്റേതും. ജപമാലയോ സന്ധ്യാപ്രാർത്ഥനയൊന്നും ഒരു ദിവസം പോലും മുടങ്ങാൻ എൻ്റെ അപ്പം സമ്മതിക്കുകയില്ലായിരുന്നു. അങ്ങനെ ഒരു നിഷ്ഠയുള്ള കുടുംബജീവിതം, പ്രാർത്ഥനാ ജീവിതമായിരുന്നു ഞങ്ങളുടെ ബാല്യകാലത്ത് ഉണ്ടായിരുന്നത്. എൻ്റെ അപ്പനും അമ്മയും വളരെ നേരത്തെ 1960 തന്നെ ഇടുക്കി പ്രദേശത്തേക്ക് കുടിയേറി പാർത്ത ഒരു കൂട്ടത്തിലുള്ളതാണ്. അപ്പോൾ ആ കുടിയേറ്റ കർഷകരുടേതായ ബുദ്ധിമുട്ടുകളെല്ലാം അവർ അനുഭവിച്ചിട്ടുണ്ട്. ഞാനും എൻ്റെ ചേച്ചിയും ഉണ്ടായിരുന്ന സമയത്ത് ഞങ്ങളെയും കൊണ്ടാണ് എൻ്റെ മാതാപിതാക്കൾ ആ മലമ്പ്രദേശത്തേക്ക് പോയത്. അവിടെ താമസിക്കുന്ന അവസരത്തിൽ വിള നശിപ്പിക്കാൻ വരുന്ന കാട്ടാനകളോടൊക്കെ പൊരുതിയാണ് അവർ അവിടെ കൃഷി ചെയ്തിരുന്നത്. എൻ്റെ അപ്പൻ ഒരു രാത്രിയിൽ കാട്ടാന ഇറങ്ങിയതറിഞ്ഞ് അതിനെ ഓടിക്കാനായിട്ട് തോക്കുമായിട്ട് പോയി. ആ ഓടിച്ചു വിട്ട ആന ഞങ്ങളുടെ വീടിന് നേരെയാണ് വന്നത്. അത് വീട് തള്ളിയിടും എന്നുള്ള അവസ്ഥ വന്നപ്പം നാഥൻ എൻ്റെ അമ്മയോട് വിളിച്ചു പറഞ്ഞു, വേഗം ഇറങ്ങി ഓടിക്കോ പിള്ളേരെ കൊണ്ട്, ആന അങ്ങോട്ടാണ് വരുന്നതെന്ന്. പക്ഷേ ഗർഭിണിയായ അമ്മ ഈ 2 കുഞ്ഞുങ്ങളെയും കൊണ്ട് എങ്ങോട്ട് ഓടാനാ? നിസ്സഹായയായ ആ അമ്മച്ചി അവിടെ ഇരുന്ന് ആ മാതാവിനെയും യൗസേപ്പിനെയും ഒക്കെ ഉറക്കെ വിളിച്ചു. അതോടെ അമ്മ പറയുന്നത് ഇങ്ങനെയാണ്, ആ വന്ന ആന ബോധം കെട്ട പോലെ അവിടെ നിന്നു എന്നാണ്. തുമ്പിക്കൈ ഉയർത്തി പിടിച്ച് ആ നിന്നപടി അവിടെ ഒരു 2-3 മിനിറ്റുകൾ തന്നെ അങ്ങനെ നിന്നിട്ട് അതേപടി പുറകോട്ട് തിരിഞ്ഞു പോയി ഭയങ്കര ചിഹ്നം വിളിച്ച് മടങ്ങിപ്പോയതായിട്ട് പറയുന്നത്. അപ്പം അടുത്ത കരയിലുണ്ടായിരുന്ന ആളുകളൊക്കെ വിചാരിച്ചു ഇവരുടെ കഥ കഴിഞ്ഞു എന്നോർത്ത രാവിലെ അന്വേഷിച്ച് വരുന്നത്. ഞങ്ങളെ കൊന്നിട്ടാണ് ആന ചിഹ്നം വിളിച്ചു പോയതെന്നാണ് അവർ വിചാരിച്ചത്. അതുപോലെയുള്ള വലിയ ശബ്ദമായിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ആ കഥയൊക്കെ അങ്ങനെ അമ്മ പറയുന്നത് കേട്ടപ്പോൾ എനിക്കൊരു വിശ്വാസം, എനിക്ക് അങ്ങനെ ഒരു മനസ്സിലൊരു ധൈര്യം, നമുക്ക് ആപത്തിൽ സഹായിക്കുന്ന ഒരമ്മയുണ്ട്, ഒരു പിതാവുണ്ടെന്ന്. അപ്പം യൗസേപ്പുണ്യാളിനെയും ഞങ്ങളുടെ പള്ളി യൗസേപ്പുണ്യാളിൻ്റെ നാമത്തിലുള്ളതായതുകൊണ്ടായിരിക്കാം അമ്മച്ചി എപ്പോഴും യൗസേപ്പുണ്യാളിനെക്കുറിച്ചും പറയാറുണ്ടായിരുന്നു. എൻ്റെ യൗസേപ്പുണ്യാള എന്ന് പറഞ്ഞിട്ട് എപ്പോഴും പറയും. അത് ആ ഒരു മനസ്സിൽ ഇതൊക്കെ നമുക്ക് ഒരു വിത്തിട്ടതുപോലെ ആയി എനിക്കത് അനുഭവപ്പെട്ടത്. അവിടുന്ന് ആ വിശ്വാസം മുളച്ചു പൊങ്ങുമായിരുന്നു. കൂടുതൽ അമ്മയോട് അടുക്കാനും അമ്മ വഴി യേശുവിലേക്ക് എത്താനും പറ്റും എന്ന് പടിപടിയായി ഞാൻ അറിയുകയായിരുന്നു. അങ്ങനെ കൂടുതൽ എന്നാ വിഷമം വന്നാലും പിന്നെ മാതാവിനോട് പ്രാർത്ഥിക്കും. കാരണം ഈ അമ്മ പറഞ്ഞല്ലോ അമ്മയുടെ ആപത്തിൽ സഹായിച്ചത് അമ്മയും യൗസേപ്പുണ്യാളനുമാണെന്ന്. അപ്പം ആ ഒരു വിശ്വാസം മനസ്സിലുള്ളത് കൊണ്ടായിരിക്കും എനിക്ക് കൂടുതൽ എല്ലാ സങ്കടങ്ങളിലും, ചെറുപ്പത്തിലൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങളോ സങ്കടങ്ങളോ ആരെങ്കിലും വഴക്ക് പറഞ്ഞാൽ പോലും ഞാൻ ഈ അമ്മയോടായിരുന്നു പരാതി പറയുന്നത്. പോയി എപ്പോഴും സങ്കടങ്ങൾ തീർക്കുന്നത് അമ്മയുടെ അടുത്തായിരുന്നു. അങ്ങനെ ബാല്യം മുതലേ അമ്മയോടൊരു ഇഷ്ടം എനിക്കുണ്ടായിരുന്നു.
ജപമാല ഭക്തിയിലേക്ക് ഞാൻ കടന്നതെന്ന് പറയുന്നത് എനിക്ക് ഒരു 10ാം ക്ലാസ്സോടുകൂടി 10ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ടാണ്. അപ്പം മടത്തി പോകണമെന്നുള്ള ആഗ്രഹം പറഞ്ഞപ്പം വീട്ടുകാർ സമ്മതിച്ചില്ല. പിന്നെ കുറച്ചും കൂടെ അറിവായിട്ടൊക്കെ തീരുമാനിക്കാം അങ്ങനെ പറഞ്ഞിരുന്നു. അപ്പോൾ ഒരു +2 ഒക്കെ കഴിഞ്ഞെങ്കിലും എനിക്ക് ആ ഒരു പിന്നെ അത് അങ്ങ് വിട്ടു ആ ചിന്ത. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഇനി ഏതായാലും കുടുംബജീവിതത്തിലേക്കാണ് തിരിയുന്നതെന്ന് നമുക്ക് ഒരു ബോധ്യം വന്ന സമയം തുടങ്ങി ഞാൻ അനുയോജ്യമായ ഒരു ജീവിത പങ്കാളിയെ കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. അന്നൊക്കെ ഞാൻ ഈ KCYM-ലും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ കാലത്തൊക്കെ പല ക്യാമ്പുകളിലൊക്കെ അറ്റൻഡ് ചെയ്യാനും പ്രാർത്ഥിക്കാനും അങ്ങനത്തെയൊക്കെയുള്ള സെമിനാറുകൾ പലതൊക്കെ കൂടുകയൊക്കെ ചെയ്തപ്പം നമ്മൾ ജീവിത പങ്കാളിയെ ലഭിക്കാൻ നേരത്തെ തുടങ്ങി പ്രാർത്ഥിച്ചൊരുങ്ങണം എന്നുള്ള ഒരു ആശയം എനിക്ക് മനസ്സിലായി. അതോടുകൂടി അന്ന് മുതൽ ഞാൻ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അന്നേരം കള്ളു കുടിക്കാത്തതും വീട് വലിക്കലാത്തതും ആയ ഒരു ഭർത്താവിനെ എനിക്ക് വേണം. എൻ്റെ ഒരു ആഗ്രഹം അതായിരുന്നു. അത് ഞാനൊരു ഡിമാൻഡ് വെച്ചു ദൈവത്തിൻ്റെ അടുത്ത്. എനിക്ക് നല്ല ദൈവവിശ്വാസമുള്ള ഒരാളായിരിക്കണം, നല്ല പ്രാർത്ഥനയുള്ളതും മദ്യപാനമൊന്നും ഇല്ലാത്തതും ഒരാളെ തന്നാൽ മതി, വേറെ ഒന്നും ഞാൻ പറഞ്ഞില്ല. അങ്ങനെ ഒരാളെ ആയിരിക്കണേ എനിക്ക് ഭർത്താവായിട്ട് കണ്ടുപിടിച്ച് തരേണ്ടതെന്ന് പ്രാർത്ഥിക്കുമായിരുന്നു അമ്മയോട്. അതിനുവേണ്ടി നിയോഗം വെച്ച് കൊന്തയിൽ അറിവുണ്ടായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ച് ഇരുന്ന് ഞാൻ സർക്കാർ സർവീസിൽ ഒരു ജോലി ഉള്ള ആളായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ പല കല്യാണങ്ങൾ എനിക്ക് വന്നു കേട്ടോ. ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലിയിൽ ചേർന്ന സമയം മുതൽ തന്നെ കല്യാണം ആലോചിക്കാൻ തുടങ്ങി വീട്ടിൽ. അന്നേരം ഒരു 5 കൊല്ലത്തോളം ആലോചിച്ചിട്ടും എനിക്ക് കല്യാണമൊന്നും ഒത്തു വന്നില്ല. ആ സമയത്ത് ഞങ്ങളുടെ പള്ളിയിൽ ഇരുന്ന അച്ഛനോട് എൻ്റെ അമ്മ വലിയ സങ്കടം പറഞ്ഞു, ഇവർക്ക് കല്യാണമൊന്നും വന്നില്ല, അച്ഛനൊന്ന് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. അന്നേരം അച്ഛൻ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് തന്നെയായിരിക്കും അവൾക്ക് ഉള്ള കല്യാണം വരുള്ളൂ, അതിനുവേണ്ടി അതും അങ്ങനെ ആലോചിച്ചോളാൻ പറഞ്ഞു. അപ്പം നേരത്തെ എനിക്ക് വന്നുകൊണ്ടിരുന്ന സാറന്മാർ അങ്ങനെ ഉള്ള പല സ്കൂൾ അധ്യാപകരും അങ്ങനെയുള്ള വേറെ ജോലിക്കാരൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് വന്ന കല്യാണാലോചനയായിരുന്നു ഈ എൻ്റെ ജീവിത പങ്കാളിയുടേത്. അങ്ങനെ ഒത്തു വന്നു. ഞങ്ങൾക്ക് ഒന്നിച്ച് ഒരേ ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യാനും എല്ലാം ദൈവം അനുഗ്രഹിച്ചു. ഞങ്ങൾക്ക് 3 മക്കളെയും ദൈവം ദാനമായി തന്നു. ഞാനും എൻ്റെ ജീവിത പങ്കാളിയും സർക്കാർ ഉദ്യോഗസ്ഥരായിരുന്നെന്ന് പറഞ്ഞുവല്ലോ. അപ്പം ഞങ്ങൾക്ക് ഗസറ്റഡ് പോസ്റ്റിലേക്കൊക്കെ ആയി കഴിയുമ്പോൾ ബാംഗ്ലൂർ നിപ്സിഡിലായിരുന്നു ഇൻ സർവീസ് കോഴ്സുകളൊക്കെ നടക്കുന്നത്. അപ്പം അതുപോലെ ആണ്ടിൽ 1-2 ഇങ്ങനത്തെ ട്രെയിനിങ്ങുകൾക്കൊക്കെ ഞങ്ങൾക്ക് പലപ്പോഴായി പല സ്ഥലത്തും പോകേണ്ടതായി വരും. അപ്പം ഒരു പ്രാവശ്യം ഞാൻ 2012 ഡിസംബർ 2-ാം തീയതി ഞാനും എൻ്റെ ഒരു സുഹൃത്തിനോടൊപ്പം ബാംഗ്ലൂരിലേക്ക് ഇങ്ങനെയൊരു ട്രെയിനിങ്ങിനായി പോവുകയായിരുന്നു. പെട്ടെന്ന് പോകേണ്ടി വന്നതുകൊണ്ട് ഒരു ബാംഗ്ലൂർ ബസ്സിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തപ്പം ബാക്കിലെ സീറ്റാണ് കിട്ടിയത്. ഏറ്റവും ബാക്കിലത്തേന് മുമ്പിലത്തെ സീറ്റിലാണ് ഞാൻ ഇരുന്നിരുന്നത്. വളരെ സ്പീഡിൽ പോകുന്ന ദീർഘദൂര ബസ്സുകളെല്ലാം അങ്ങനെയാണല്ലോ, വളരെ സ്പീഡിൽ പോകുന്നത്. ആ വന്ന സ്പീഡിൽ തന്നെ ഒരു വലിയ ഹമ്പിൽ അത് കയറാനിടയായി. മൂവാറ്റുപുഴയ്ക്കടുത്ത് വെച്ചായിരുന്നു ആ സംഭവം നടന്നത്. ആ ഹമ്പിലേക്ക് ഓടി സ്പീഡിൽ അത് കയറിയത് മൂലം ഞാൻ ആ ബസ് ഇരുന്ന സീറ്റിൽ നിന്ന് തെറിച്ച് ബസ്സിൻ്റെ ടോപ്പിൽ ചെന്നും ഇടിക്കുകയും താഴെ വീഴുകയും ചെയ്തു. ആ വീഴ്ചയിൽ എൻ്റെ നട്ടെല്ലിന് സാരമായ പരിക്ക് പറ്റി. വീണ ഉടനെ എനിക്ക് എഴുന്നേക്കാൻ പോലും പറ്റാത്തവണ്ണം കുത്തിക്കൊള്ളുന്ന വേദനയുണ്ടായിരുന്നു. ആളുകളെല്ലാവരും കൂടെ എന്നെ താങ്ങിയെടുത്ത് ബാക്ക് സീറ്റിൽ കിടത്തിയാണ് പരുത്തുവേൽ ആശുപത്രിയിൽ എത്തിച്ചത്. ആ ആശുപത്രിയിൽ എക്സ്റേ പരിശോധനയിൽ നട്ടെല്ലിന് ഫ്രാക്ചർ ഉണ്ടെന്ന് മനസ്സിലായതുകൊണ്ട് അവിടെ ഞങ്ങളുടെ യാത്ര അവസാനിപ്പിക്കുകയായിരുന്നു. ഞാനും എൻ്റെ സുഹൃത്തും ആ ആശുപത്രിയിൽ അന്ന് കിടന്നു.
കിടക്കുന്ന ആ സമയത്ത് എൻ്റെ അഡ്മിഷനൊക്കെ ശരിയാക്കി കഴിഞ്ഞിട്ട് എന്നെ റൂമിലേക്ക് അവർ കൊണ്ടുപോകുന്നില്ല. അതുകൊണ്ട് എന്തുകൊണ്ടാണ് എന്നെ ഇങ്ങനെ കൊറിഡോറിൽ തന്നെ കിടത്തേക്കുന്ന ഒരു ഉന്തുവണ്ടി കിടക്കുന്ന പോലെ ഞാനങ്ങനെ കിടക്കും. അപ്പോൾ ഞാൻ ചോദിച്ചു ഇവരോട് ഇങ്ങനെ എന്തുകൊണ്ടാണ് എനിക്ക് റൂം തരാത്തതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു റൂം കഴുകിയിട്ടിരിക്കുക, ഉണങ്ങട്ടെ ചേച്ചി എന്നിട്ട് കയറ്റാം എന്നും പറഞ്ഞ് സ്ട്രക്ചറിൽ തന്നെ അവരവിടെ കിടത്തിയിരുന്നു മണിക്കൂറുകളോളം. അത് ഉണങ്ങി കഴിഞ്ഞ് ഒരു 10-11 മണിയോട് രാത്രിയായിട്ടാണ് എനിക്ക് ആ റൂം തന്നത്. അപ്പം ഞങ്ങൾ അന്ന് ആ രാത്രി ആ റൂമിൽ കിടന്നു. രാവിലെ ഒരു 10-11 മണിയോടുകൂടി അവളുടെ ഹസ്ബൻഡ് വന്ന് എൻ്റെ കൂട്ടുകാരിയെ കൊണ്ടുപോവുകയും ചെയ്തു. അവർ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കുമ്പോൾ എൻ്റെ ഫ്രണ്ട് കിടന്ന കട്ടിലിന് അടിയിൽ ഒരു ജപമാല കിടക്കുന്നതായി ഞാൻ കണ്ടു. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകളോട് പറഞ്ഞ് ഞാൻ ആ ജപമാല എടുത്തു കഴിഞ്ഞപ്പം എനിക്ക് ആ ജപമാലയിൽ വളരെ ഒരാകർഷണീയത തോന്നി. ഇതാണ് ആ ജപമാല. ഇത് കിട്ടിയപ്പം മുതൽ എനിക്ക് ഈ ജപമാല പിടിച്ചാണ് പ്രാർത്ഥിക്കാൻ ആയിരുന്നുള്ളൂ. എൻ്റെ കയ്യിലുണ്ടായിരുന്ന ജപമാല അന്ന് ഞാൻ മാറ്റി വെച്ചതാണ്. പിന്നെ ആ കിടന്ന അവസരങ്ങളിൽ മുഴുവനും ഞാൻ ഈ ജപമാല തന്നെ കൈ പിടിച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു. ഇത് കയ്യിൽ എനിക്ക് പിടിക്കുമ്പോൾ പ്രത്യേകതയുണ്ട്, ഒരു ഓയിലി അപ്പിയറൻസൊക്കെ എനിക്ക് ഫീൽ ചെയ്യുമായിരുന്നു. അപ്പോൾ അതിനോടൊരു താല്പര്യവും എനിക്ക് കൂടുതലായിട്ട് വന്നു. ആ ആക്സിഡൻറ്റിനെ തുടർന്ന് എനിക്ക് പരിപൂർണ വിശ്രമം ആവശ്യമായിരുന്നു. അതുകൊണ്ട് എൻ്റെ സഹോദരി അവളുടെ വീട്ടിലേക്ക് എന്നെ കൊണ്ടുപോയി. കാരണം എൻ്റെ വീട്ടിൽ എൻ്റെ ഭർത്താവിന് ജോലിക്ക് പോകണം, കുട്ടികൾ കൊച്ചാണ്, അവർക്ക് സ്കൂളിൽ പോകണം, എന്നെ നോക്കാൻ ആരുമില്ല, എൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്തു തരാൻ ആൾ വേണം. അതുകൊണ്ട് സഹോദരി അങ്ങോട്ട് കൊണ്ടുപോയി. അവളുടെ വീട്ടിൽ ഞാൻ ഒരു മാസം കിടന്നു. അതിനുശേഷം വീണ്ടും ചെക്കപ്പിന് ആശുപത്രിയിലേക്ക് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞ് എനിക്ക് എൻ്റെ പുറം മുതൽ അര വരെ നീണ്ടു നിൽക്കുന്ന ഒരു വലിയ ബെൽറ്റ് തന്നു. അത് ഉപയോഗിച്ചുകൊണ്ട് ബാത്റൂമിൽ വരെ പോകാം എന്ന അവസ്ഥ ആയിട്ടുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു. അപ്പം അങ്ങനെ ഒരു ബെൽറ്റ് മേടിച്ച് ഞാൻ വരുക. ആ കിടക്കുന്ന ഒരു മാസം അനിയത്തിയുടെ വീട്ടിൽ കിടന്ന സമയം മുഴുവനും ഈ കിട്ടിയ ജപമാല കൊണ്ട് തന്നെ ഞാൻ ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതേസമയം എൻ്റെ ജീവിത പങ്കാളി വീട്ടിൽ ഓഫീസിൽ നിന്ന് വന്നു കഴിഞ്ഞ സമയം മുഴുവനും മിറ്റിലേ നിന്ന് ജപമാല ചൊല്ലുമായിരുന്നു. അങ്ങനെ എണ്ണമില്ലാത്ത ജപമാലകൾ ചൊല്ലിക്കൂട്ടി. എത്ര എണ്ണം ചൊല്ലിയെന്ന കണക്കില്ല, എനിക്കത് പറയാനിപ്പം അറിയത്തില്ല. ഞാൻ എണ്ണുന്നില്ല, ചുമ്മാ കിടക്കുമ്പോൾ എല്ലാം ചൊല്ലിക്കൊണ്ടിരിക്കും ജപമാല. അങ്ങനെ ജപമാലകൾ ചൊല്ലിയതിൻ്റെ ഭാഗമായിട്ടായിരിക്കും അമ്മ ഞങ്ങൾക്ക് വേണ്ടി ഈശോയുടെ മുന്നിൽ മാധ്യസ്ഥം വഹിച്ചിട്ടാണ് എനിക്ക് പൂർണ്ണ സൗഖ്യം കിട്ടിയതെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുകയാണ്. ആ ഒരു മാസം കഴിഞ്ഞ് ഞാൻ ആശുപത്രിയിൽ നിന്ന് ഈ ബെൽറ്റും കൊണ്ട് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞ് ഒരാഴ്ച വീട്ടിൽ കിടന്നു കഴിഞ്ഞപ്പം ഞങ്ങളുടെ ഒരു കസിൻ എന്നെ കാണാനായിട്ട് വീട്ടിലേക്ക് വന്നു. അവളൊരു രോഗിയായിരുന്നു. ട്രക്കോസ്റ്റമി ചെയ്ത് പൊടിയൊന്നും അടിക്കാൻ മേലാതെ ഇരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. എങ്കിലും അവൾക്ക് അമ്മ നിർദ്ദേശം കൊടുത്തിട്ടുണ്ടായിരുന്നു എൻ്റെ വീടും പരിസരവും എല്ലാം വൃത്തിയാക്കാനായിട്ട്. ഒരാഴ്ച എടുത്ത് എൻ്റെ വീടും പരിസരവും മുറ്റവും എല്ലാം വൃത്തിയാക്കി തുടച്ച് ജനൽ വരെ എല്ലാം തുടച്ച് വൃത്തിയാക്കി കഴിഞ്ഞപ്പം ഒരു രാത്രി പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കും. അത് ജനുവരി 21, 2013 ജനുവരി 21 സന്ധ്യാപ്രാർത്ഥനയുടെ സമയത്ത് പരിശുദ്ധ അമ്മയുടെ വലിയൊരു അഭിഷേകം ഞങ്ങൾക്ക് ലഭിച്ചു. ഞങ്ങളുടെ വീട് മുഴുവൻ സുഗന്ധം കൊണ്ട് നിറഞ്ഞു. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന, ഞാൻ ബെഡിലാണെങ്കിലും മറ്റുള്ളവരെല്ലാവരും പ്രാർത്ഥനാ മുറിയിലിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർക്കെല്ലാം ഈ സുഗന്ധാഭിഷേകം കിട്ടി. അവരുടെയൊക്കെ ജപമാലകൾക്കും സുഗന്ധമുണ്ട് എന്ന് പറയുന്ന കേട്ടോണ്ട് ഞാൻ പെട്ടെന്ന് ചാടി എഴുന്നേറ്റു. അപ്പോഴെനിക്ക് ഭയങ്കര വേദനയായിട്ട് ഞാൻ കരഞ്ഞുകൊണ്ട് കിടന്നായിരുന്നു പ്രാർത്ഥിക്കുന്നത്. നടുവിന് ഭയങ്കര വേദന അനുഭവപ്പെട്ടുകൊണ്ട് കിടക്കുന്ന സമയമായിരുന്നു. അപ്പോൾ തീവ്രമായിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് ഇവരൊക്കെ ഇങ്ങനെ സുഗന്ധം കിട്ടുന്നുണ്ട്, കൊന്തയ്ക്ക് സുഗന്ധമുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ കയ്യിലിരുന്ന ഈ മാതാവ് തന്ന കൊന്ത
ഒന്ന് മണപ്പിച്ച് നോക്കുമ്പം എനിക്കും നല്ല സുഗന്ധം അനുഭവപ്പെട്ടു. എൻ്റെ കൊന്തയ്ക്ക് സുഗന്ധം ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ ഈ ബെൽറ്റൊന്നും എടുക്കാതെ പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് ഇവരുടെ അടുത്തേക്ക് വന്ന് ഈ പ്രാർത്ഥനാ മുറിയിലേക്ക് വരികയായിരുന്നു. അങ്ങനെ വന്നു എഴുന്നേറ്റതാ. ആ എഴുന്നേറ്റതോട് പിന്നെ ഒരിക്കലും ഞാൻ ആ ബെൽറ്റ് ഉപയോഗിച്ചിട്ടില്ല. പിന്നെ എനിക്കങ്ങ് നടക്കാൻ പറ്റുന്നുണ്ട്. അതാണ് ദൈവം എനിക്ക് അമ്മയിലൂടെ തന്ന ഒരു വലിയ അത്ഭുതം. അത് ഞാൻ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്താൽ തന്നെ കിട്ടിയതാണെന്നും ഈ ജപമാല ചൊല്ലി ഞങ്ങൾ സമർപ്പിച്ചത് കൊണ്ട് തന്നെയാണ് ഈ അമ്മയുടെ പ്രാർത്ഥന കേട്ട് ഈശോ എന്നെ നടത്തിയതാണെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. വരുന്ന ദുരിതങ്ങളെല്ലാം സ്വീകരിക്കുക. ഞെരുക്കുന്ന ദൗർഭാഗ്യങ്ങളിൽ ശാന്തത വെടിയരുത്. സ്വർണ്ണ അഗ്നിയിൽ ശോധന ചെയ്യപ്പെടുന്നു. കർത്താവിന് സ്വീകാര്യരായ മനുഷ്യരും അങ്ങനെയാണെന്നാണല്ലോ പ്രഭാഷണം 2:4 പറയുന്നത്. അതുകൊണ്ട് അതെൻ്റെ ഭർത്താവിൻ്റെ ജീവിതത്തിൽ ഏറ്റവും അന്വർത്ഥമായിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. 2004 മുതൽ ഞങ്ങൾ ഈ ആശുപത്രിയും മരുന്നുകളുടെയും ഒരു ലോകത്തായിരുന്നു. അദ്ദേഹത്തിന് 2004 ലിവർ സിറോസിസ് എന്ന രോഗം വന്നു. ഇത് കേൾക്കുമ്പം അതുപോലെ മദ്യപാനിയായിരുന്നോ എന്ന് നിങ്ങൾ തോന്നും. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, മദ്യപാനിയായ ഒരാളെ എനിക്ക് തരരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈശോയോട്. ലിവർ സിറോസിസ് മൂലം 80% ലിവർ പോയെന്നാണ് എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ഡോക്ടർ സുനിൽ കെ മത്തായി എന്ന ഈ ലിവർ സ്പെഷ്യലിസ്റ്റ് പറഞ്ഞത്. അങ്ങനെ ഇരിക്കെ അദ്ദേഹം അട്ടപ്പാടി സിഹിയോനിൽ ഒരു ധ്യാനം കൂടാൻ തീരുമാനിച്ചു. അവിടെ പോയി തീക്ഷ്ണമായി പ്രാർത്ഥിച്ചു. അമ്മയോട് കൊന്ത ചൊല്ലിക്കൊണ്ട് ആയിരുന്നു ആ സമയങ്ങൾ അത്രയും കഴിച്ചു കൂട്ടിയിരുന്നതെന്ന് പറഞ്ഞു. ധ്യാനാവസരത്തിലൊരു ആരാധനാവേളയിൽ പരിശുദ്ധ അമ്മയുടെ സജീവമായ സാന്നിധ്യം അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു. ഭയങ്കര സുഗന്ധം അഭിഷേകം കിട്ടി. അതോടെ രോഗം വിട്ടുപോയി. പിന്നീട് പല പല രോഗങ്ങൾ അലട്ടിയിട്ടുണ്ടെങ്കിലും ഒത്തിരി പ്രയാസങ്ങളുണ്ടായി. ലിവർ സിറോസിസ് അന്ന് മാറി. പിന്നീട് ലിവറിന് തകരാറ് വരാവുന്ന പല രോഗങ്ങളും അദ്ദേഹത്തെ ബാധിച്ചു. ക്ഷയരോഗം വന്നു. ആ ക്ഷയരോഗത്തിന് കഴിക്കുന്ന മരുന്ന് ലിവറിനെ ബാധിക്കുമെന്ന് പറഞ്ഞ് ഓരോ ആഴ്ചയും ലിവർ ഫങ്ഷൻ ടെസ്റ്റ് എടുപ്പിക്കുന്നുണ്ടായിരുന്നു ആ ഡോക്ടർ. എങ്കിലും ഇന്ന് വരെയും ആ ലിവറിന് പിന്നീട് യാതൊരു കുഴപ്പവും ഉണ്ടായിട്ടില്ല എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. അതിൽ നിന്ന് എനിക്ക് മനസ്സിലാകുന്നത്, ഒരിക്കൽ ദൈവം ഒരു സൗഖ്യം തന്നാൽ അത് എന്നത്തേക്കും ഉള്ളതാണ്. ഇനി പിന്നീട് ആ കാര്യം ഓർത്ത് നമ്മൾ വിഷമിക്കേണ്ട ആവശ്യമില്ല എന്നൊരു ബോധ്യം എനിക്ക് കിട്ടി. പിന്നീട് ഇപ്പോൾ അദ്ദേഹത്തിന് സ്ട്രോക്ക് വന്നു. BP ഭയങ്കര ഹൈ ആണ്. ഇന്നും BP 202 ഉണ്ട് രാവിലെ നോക്കുമ്പോൾ. അതുപോലെ ഓരോ ദിവസവും ഇങ്ങനെ ഭയങ്കര സ്ട്രെസ്ഫുള്ളാണ് ഞങ്ങളുടെ ജീവിതം. എന്നും ഇങ്ങനെ ഇനി എന്താ വരാൻ പോകുന്നതെന്നുള്ള ഒരു ചിന്ത. ഇത്രയൊക്കെ ഉണ്ടെങ്കിലും ഈ ലിവറിന് ഇപ്പോഴും ഒരു കുഴപ്പവുമില്ല. കിഡ്നി ഡാമേജാണ്. കിഡ്നിക്ക് ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ BP കൂടുതൽ, ഷുഗർ, അങ്ങനെയൊക്കെ ഉള്ള പല പ്രശ്നങ്ങളും വന്നിട്ടുണ്ട്. ഒരിക്കൽ ഒരു ചെവിയുടെ ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്നു. ചെവിക്കകത്ത് ഇൻഫെക്ഷൻ വന്നിട്ട് ഒരു പേപ്പർ കനത്തിലേ ഇനി ബ്രെയിനിലേക്ക് കടക്കാനുള്ളൂ എന്ന് ഡോക്ടർ പറഞ്ഞു. ആ ഒരവസ്ഥയിൽ ഇൻഫെക്ഷന് ട്രീറ്റ് ചെയ്ത് വേണ്ടി ഓപ്പറേഷൻ ചെയ്തപ്പോഴത്തേക്കും ഓപ്പറേഷൻ്റെ സമയത്ത് കിഡ്നിക്കൊന്നും ഒരു കുഴപ്പവും ഉണ്ടായിരുന്നതല്ല. ആ ഓപ്പറേഷന് വേണ്ടി കഴിച്ച മരുന്നിൻ്റെ കുഴപ്പം കൊണ്ടാണെന്ന് പറയുന്നു. ക്രിയാറ്റിൻ കൂടുതലായി. ഒരാഴ്ച കഴിഞ്ഞ് ആശുപത്രിയിൽ വീണ്ടും ചെക്കപ്പിന് ചെല്ലുമ്പോൾ ഡോക്ടർ പറയുന്നു ക്രിയാറ്റിൻ കൂടുതലാണ്. ഇന്ന് തന്നെ കോലഞ്ചേരി മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിലേക്ക് പോക്കോ, അവിടെ നല്ലൊരു കിഡ്നി ഡോക്ടറുണ്ട് എന്ന് പറഞ്ഞ് അങ്ങോട്ട് റെഫർ ചെയ്ത് വിട്ടു. ആ ഡോക്ടർ വിളിച്ചും പറഞ്ഞു. ഞങ്ങൾ അന്ന് തന്നെ അവിടെ പോയി അഡ്മിറ്റായി. അവിടുത്തെ ചികിത്സയിലിരിക്കെ തന്നെ അദ്ദേഹത്തിന് സ്ട്രോക്ക് ഉണ്ടായി. സ്ട്രോക്ക് വന്ന് 1.5 മണിക്കൂറിനകം അവിടെ എത്തിക്കാൻ എനിക്ക് സാധിച്ചു. അത്
അതൊരു വലിയ അത്ഭുതകരമായിട്ട് ആണ് എനിക്ക് തോന്നുന്നത്. അത് സിംറ്റംസ് കണ്ടപ്പോഴേ ഇത് സ്ട്രോക്കാണെന്ന് എനിക്ക് അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. അതിന് ദൈവത്തിൻ്റെ ഒരു പ്രത്യേക കരം ഞാൻ കാണുന്നുണ്ട്. അതുപോലെ വേറെ പല പല രോഗങ്ങൾ പിന്നീട് അലട്ടി. അപ്പം 4 തവണ ICUവിലും ഒരു 3 തവണ വെൻറ്റിലേറ്ററിലും ഒക്കെ കിടക്കേണ്ടി വന്നിട്ടുണ്ട്. ആ സമയങ്ങളിൽ അത്രയും ഇനി ഇങ്ങോട്ട് തിരിച്ചില്ല എന്ന് പറയേണ്ട സാഹചര്യങ്ങളുണ്ടായി. 2 തവണ ഞാൻ ലാസ്റ്റ് സാക്രമെൻറ്റ് വരെ കൊടുത്തതാണ്. അങ്ങനെ രോഗിലേപനങ്ങൾ കൊടുക്കുമ്പോഴും ഡോക്ടർമാർക്ക് പ്രതീക്ഷയില്ലെന്ന് പറയുമ്പോഴും ഒക്കെ അമ്മയെ ഞാൻ മുറുകെ പിടിക്കും. ആശുപത്രിയിലൊരു ചാപ്പലുണ്ട്, അവിടെ നിത്യാരാധന ഉണ്ട്. എഴുന്നള്ളിച്ച് വെച്ചിരിക്കുന്ന ഈശോയുടെ മുമ്പിൽ പോയിരിക്കും. അവിടെ ഇരുന്ന് കൊന്തയിലും പരിശുദ്ധ അമ്മയോടുള്ള തീക്ഷ്ണമായിട്ടുള്ള പ്രാർത്ഥന കൊണ്ട് അമ്മ അത് ഈശോയുടെ അടുത്ത് അവതരിപ്പിച്ച് ഈശോയിൽ നിന്ന് ഞങ്ങൾക്ക് ഈ അനുഗ്രഹങ്ങൾ വാങ്ങിച്ചു തന്നു. എൻ്റെ ജീവിത പങ്കാളിയെ എനിക്ക് തിരികെ തന്നു. ഒരാളായിട്ട് വീട്ടിലിരിക്കാൻ മാത്രം മതി എന്ന് ഞാൻ അമ്മയോട് പറഞ്ഞിരുന്നു. എനിക്ക് ഒത്തിരി ഒന്നും ജോലിയൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും എനിക്ക് ഒരാളായിട്ട് വീട്ടിലുണ്ടായിരിക്കണം എന്നായിരുന്നു ഞാൻ പറഞ്ഞത്. ലിവർ സിറോസിസ് വന്നപ്പോൾ അന്ന് അങ്ങനെ പറഞ്ഞതാണ്. അമ്മയെ കുഞ്ഞുങ്ങളാണ്, അവരൊക്കെ പറക്ക പറ്റിയിട്ടില്ല, അതുകൊണ്ട് എനിക്ക് ഒരു കൂട്ട് വേണം എന്നാ അന്ന് ചോദിച്ചിരുന്നു. അതിപ്പോഴും അമ്മ എനിക്ക് കൂട്ടിന് മാത്രം ഒരാളായിട്ട് എൻ്റെ ഭർത്താവിനെ എനിക്ക് തിരികെ തന്നിട്ടുണ്ട്. അതാണ് എനിക്ക് ഏറ്റവും വലിയൊരു പരിശുദ്ധ അമ്മ തന്നിട്ടുള്ള ഒരു അനുഗ്രഹം. ഞാൻ എൻ്റെ മോളെ ഗർഭിണിയായിരുന്ന സമയത്ത് പരിശുദ്ധ അമ്മയുടെ ഒരു സഹായം എനിക്ക് കിട്ടിയ കാര്യം ഞാനിപ്പോൾ ഓർക്കുന്നു. ഗർഭിണിയായിരിക്കുമ്പോൾ എല്ലാവർക്കും രാത്രി പലതവണ മൂത്രമൊഴിക്കാൻ ഒക്കെ എഴുന്നേൽക്കേണ്ടി വരുമല്ലോ. അങ്ങനെ ഒരു ദിവസം ഞാൻ രാത്രി എഴുന്നേറ്റപ്പോൾ എനിക്കൊരു ചിന്ത മനസ്സിൽ, ഞാൻ എഴുന്നേറ്റ് ലൈറ്റ് ഇടുമ്പം അവിടെ ഒരു പാമ്പുണ്ടെങ്കിലോ, ഞാൻ സ്വിച്ച് ഇടാൻ ചെല്ലുമ്പം അവിടെ പാമ്പാണെങ്കിൽ ഞാൻ എന്നെ ചെയ്യും എന്നൊരു പേടി എനിക്ക് മനസ്സിൽ അങ്ങനെ ഒരു തോന്നൽ വന്നിട്ട് ഞാൻ ടോർച്ചൊക്കെ തെളിച്ച് എഴുന്നേറ്റ് പോയി സ്വിച്ച് ഇടുമ്പം കൃത്യം ആ സ്വിച്ച് ബോർഡിലൊരു പാമ്പ്, വളകൊഴുപ്പം പാമ്പെന്ന് പറയും നമ്മുടെ നാട്ടിൽ, ആ പാമ്പ് ഇങ്ങനെ ചുറ്റിയിരിക്കുമായിരുന്നു സ്വിച്ച് ബോർഡിൽ. എന്നിട്ട് വീട്ടിലുള്ളവരെയൊക്കെ വിളിച്ചേൽപ്പിച്ച് അവർ അതിനെ തല്ലിക്കൊന്ന് കളയുമായിരുന്നു ചെയ്തത്. അതുപോലെ പിറ്റേ ദിവസം പിന്നീട് കിടക്കും, ഇനി ഇതുപോലെ വല്ല പാമ്പം വന്നെങ്കിലോ എന്ന് വിചാരിച്ചു ഞാൻ കട്ടിലൊക്കെ ഇച്ചിരി അകത്ത് ഇട്ടേച്ച് കിടന്നു. അന്ന് അതുപോലെ രാത്രിയിൽ എഴുന്നേൽക്കുമ്പോഴും വിചാരിച്ചു, ഈ ഭിത്തിയെ കൂടെ എങ്ങനെ ഇനി പാമ്പ് വരുവാണെങ്കിലോ, വരുന്നുണ്ടായിരിക്കുമോ എന്നൊരു ചിന്ത. അങ്ങനെ ഓർത്ത് ലൈറ്റ് ഇട്ട് കഴിഞ്ഞ് നോക്കുമ്പം 2 വളവ് പാമ്പിൻ്റെ കുഞ്ഞുങ്ങൾ ആ ഭിത്തിയെ കൂടെ എഴഞ്ഞു പോകുന്നതാണ് കണ്ടത്. അന്നും ഇങ്ങനെ വീട്ടിലുള്ളവരെ വിളിച്ചേൽപ്പിച്ച് അതിനെ കൊന്നു കളഞ്ഞു. അപ്പോൾ എനിക്ക് നേരത്തെ ഇങ്ങനെ മനസ്സിലിങ്ങനെ ഒരു തോന്നൽ തന്നത് ആ കൊന്ത ചൊല്ലി കിടന്നുറങ്ങിയത് കൊണ്ടാണെന്ന് ഞാൻ വിചാരിക്കുന്നത്. രാത്രി കൊന്ത ചൊല്ലി ഉറങ്ങി കിടന്നു ആ ഉറക്കത്തിലാണ് എനിക്ക് ഈ തോന്നൽ, ഇങ്ങനെ പാമ്പ് വരുന്നുണ്ട് എന്നൊരു ചിന്ത മനസ്സിൽ. അത് പരിശുദ്ധ അമ്മ ഇടപെട്ട് എനിക്ക് ആ ചിന്ത തന്നതാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞങ്ങളുടെ മൂത്ത മകന് കല്യാണം ഉറപ്പിച്ചു വെച്ചിട്ട് നടക്കാൻ ഒത്തിരി തടസ്സങ്ങൾ വന്നു. 1 വർഷം കഴിഞ്ഞിട്ട് വിവാഹം നടത്താൻ പറ്റുള്ളൂ എന്ന് വധുവിൻ്റെ വീട്ടുകാർ പറഞ്ഞിരുന്നു. അതുകൊണ്ട് ആ 1 കൊല്ലം ഞങ്ങൾ നോക്കിയിരുന്നു. പിന്നീട് അവർ നടത്താമെന്നായപ്പോഴത്തേക്കും കൊറോണ വന്നു. കൊറോണയുടെ മൂർധന്യ അവസ്ഥയിലാണ് അവൻ്റെ കല്യാണം നടത്താൻ തീരുമാനമായത്. അപ്പം വധുവിന് ഇങ്ങോട്ട് വരാനായിട്ട് ഫ്ലൈറ്റിന് ഡിലേ ആയി, കിട്ടാനൊക്കെ ബുദ്ധിമുട്ട്. ഫ്ലൈറ്റുകളെല്ലാം നിർത്തി വെച്ചിരുന്ന സമയമൊക്കെ ആയിരുന്നല്ലോ. അവൾ UK ജോലി ചെയ്യുന്നത്. അപ്പോൾ UK ഇങ്ങോട്ട് വരണമെങ്കിൽ ആ സമയത്ത്
ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ടായി. വരാം എന്ന് ഫ്ലൈറ്റൊക്കെ ഒരുമാതിരി ഓടാൻ തുടങ്ങിക്കഴിഞ്ഞപ്പം അവൾക്ക് ലീവ് കിട്ടുന്നില്ല. അങ്ങനെ 2 വർഷത്തോളം ഈ കല്യാണം നീണ്ടുപോയി. അപ്പം ഞങ്ങൾ ഓർത്ത് ഇനി ഇങ്ങനെ നീണ്ടാൽ കല്യാണം ഒത്തിരി നീണ്ടുപോയാൽ ഉറപ്പിച്ച് വെച്ച കല്യാണം അങ്ങനെ ഒരുപാട് നീണ്ടുപോകുന്നത് നമുക്കൊരു അസ്വസ്ഥതയാണല്ലോ. അതുകൊണ്ട് ഞങ്ങൾ ഒരു തീരുമാനം എടുത്തു. 25 കൊന്ത ഒരു ദിവസം ചെല്ലിയാൽ പരിശുദ്ധ അമ്മ ഇടപെട്ട് കല്യാണം നടത്തിത്തരും എന്ന്. അങ്ങനെ ഞങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നു നേരത്തെ. ഒരു ദിവസം 25 കൊന്ത ചെല്ലിയാൽ നമ്മുടെ ഉദ്ദിഷ്ട കാര്യം സാധിക്കുമെന്ന്. അങ്ങനെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി ഞങ്ങൾ ഒക്ടോബർ 1 മുതൽ ഞാനും എൻ്റെ ഭർത്താവും 25 കൊന്ത ഡെയിലി ചെല്ലാൻ തീരുമാനമെടുത്തു. ഞങ്ങൾ അങ്ങനെ ചെല്ലിത്തുടങ്ങി. അങ്ങനെ ഒരാഴ്ചയൊക്കെ ചെല്ലിയപ്പോഴത്തേക്കും മരുമോളെ അവിടുന്ന് വിളിച്ചു. എനിക്ക് ലീവ് തരപ്പെട്ടിട്ടുണ്ട്, ഞാൻ ഇപ്പം ഈ ഒക്ടോബറിൽ വന്നാൽ കല്യാണം നടത്താൻ പറ്റുമോ എന്നും ചോദിച്ചുകൊണ്ട് വിളിച്ചു. അപ്പം ഞങ്ങൾ ഒരു കുഴപ്പമില്ല, കല്യാണം എത്രയും പെട്ടെന്ന് നമുക്ക് നടത്താം, വരാൻ പറഞ്ഞു. അങ്ങനെ അവൾ വരികയും ഒക്ടോബർ 22-ാം തീയതി ആ കല്യാണം മംഗളമായി നടക്കുകയും ചെയ്തു. ആ കല്യാണം കഴിഞ്ഞിട്ട് അവന് അങ്ങോട്ട് പോകണമെങ്കിലും ഭയങ്കര തടസ്സങ്ങൾ വരുമായിരുന്നു. എങ്കിലും 13 ദിവസം കൊണ്ട് വിസ റെഡിയാവുകയും പെട്ടെന്ന് അവിടെ പോകാൻ ആ വധുവിൻ്റെ കൂടെ തന്നെ അവനും പോകാനായിട്ട് സാധിച്ചു. അങ്ങനെ മോനും മോളും കൂടി 13 ദിവസം കഴിഞ്ഞ് ഒന്നിച്ച് പോകാനൊരു അവസരം ഉണ്ടായി. അത് പരിശുദ്ധ അമ്മയുടെ ഇടപെടൽ മൂലമാണെന്ന് ഞങ്ങൾ പരിപൂർണമായിട്ടും വിശ്വസിക്കുന്നു. പരിശുദ്ധ അമ്മ ഇടപെട്ട അനേക സംഭവങ്ങളുണ്ട്. അവയിൽ ഏതാനും ചില കാര്യങ്ങൾ മാത്രമാണ് ഞാനിപ്പോൾ നിങ്ങളോട് പങ്കുവെച്ചത്. നമ്മളിപ്പോൾ ഒരു നിയോഗം വെച്ച് ജപമാല ചൊല്ലിയാൽ നമുക്കത് അമ്മ സാധിച്ചു തരും. നമ്മുടെ അനുദിന ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും സമയാസമയത്ത് അമ്മ ഇടപെട്ട് പുത്രനിൽ നിന്ന് നമുക്ക് വാങ്ങിത്തരും എന്ന് നമുക്ക് ഉറപ്പിക്കാം. ഇതെൻ്റെ ജീവിതാനുഭവമാണ്.